ഗോവൻ സാർ വന്നില്ലേ? അമ്മേ. ആ, അപ്പനും എന്നെ പരിചയമില്ലല്ലോ അല്ലേ? ഞാൻ പ്രഭാകരൻ, വക്കീല. അമ്മേ, എനിക്ക് അപ്പനോട് ഇത്തിരി സംസാരിക്കാം. മോനെ, നടന്നെല്ലാം വക്കീലിനോട് പറയണം. ഒന്നും മറക്കണ്ട. സർക്കാർ വക്കീലല്ല, അമ്മ കൊണ്ടുവന്ന വക്കീല. ഞാൻ പുറത്തേക്കാം. അപ്പക്കുട്ടൻ പറഞ്ഞ കഥയും മിസ്റ്റർ ഗോപൻ എഴുതിയ ചാർജ് ഷീറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പു വിഷമിക്കാനൊന്നുമില്ല. എന്നാലും സത്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ രണ്ടുപേരും അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് പറയാം, അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള എഫ്ഐആറിൽ ഇത്രയും പെർഫെക്റ്റ് ആയി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള പദ്ധതികളൊന്നുമില്ല. ഇല്ല സാർ, ഗോപൻ സാറ് അങ്ങനെ എന്നെ ചതിക്കോ? ഇല്ല. ഗോപൻ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ആ രീതിയിലാണ്. പ്രത്യേകിച്ച് നീ കൊല നടത്തുന്നത് കണ്ട ഒരാളുണ്ട്, ദൃക്സാക്ഷി. ദൃക്സാക്ഷിയോ? ആരെ? രാമൻകുട്ടി. രാമൻകുട്ടിയോ? ഇല്ല സാർ, അങ്ങനെ വരില്ല. അവൻ ചെത്തുതെങ്ങിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. നീ കാറിൽ വന്ന് സുഗന്ധിയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തെറ്റി അവളെ കുത്തിക്കൊല്ലുന്നത് അവൻ കണ്ടു. കള്ളമാണ് സാർ, കള്ളം എന്നാണ് അവൻ DSPക്ക് കൊടുത്ത മൊഴി. രാമൻകുട്ടി എങ്ങനെ? ഇല്ല സാർ, അവനങ്ങനെ പറയില്ല. ഞാനിത് വിശ്വസിക്കില്ല. അവൻ അങ്ങനെ പറയില്ല സാർ, ഞാനത് വിശ്വസിക്കില്ല. അപ്പോ ഞാനിത് വിശ്വസിക്കില്ല സാർ. ഞാൻ ഊഹിച്ച പോലെ തന്നെ വളരെ പ്ലാൻഡായിട്ടൊരു ഫ്രെയിമിങ്, ചാനലുകളെല്ലാം വളരെ വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. തളർന്നിരിക്കുന്ന സമയമല്ല ഇത്. നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, ജയിലിൽ ചാടുക. പുറത്തിറങ്ങിയാൽ നീ രാമൻകുട്ടിയെ കണ്ടുപിടിക്കും. അവരെ പിള്ളേരെ അവിടെ കളിക്കുന്നുണ്ട്. അതും സാധിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഒളിവിൽ പോവുക. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും?